ഹലോ ഫ്രണ്ട്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലെ 2-year ആർട്ടിക്കിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് CA ടോമി സാറും CA ഷബാബ് സാറും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടായിട്ട് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് പറയാനുള്ളത് ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻസ് അഥവാ ഡിഗ്രി കഴിഞ്ഞിട്ട് CAയിലേക്ക് എൻട്രി ചെയ്യുന്ന സ്റ്റുഡൻസിനുള്ള അപ്ഡേറ്റ് ആണ്. ഓൾഡ് സ്കീമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓൾഡ് സ്കീം പ്രകാരം ഒരു ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻറ്റ് ആദ്യം 9 മാസത്തെ ആർട്ടിക്കിൾഷിപ്പിന് ശേഷമായിരുന്നു ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ സാധിച്ചിരുന്നത്. എന്നാൽ ആ റൂൾ ഇപ്പോൾ മാറ്റിയിട്ട് CA ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിനെ പോലെ തന്നെ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റിന് നേരിട്ട് ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതാൻ പറ്റുകയും അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പിലേക്ക് എൻട്രി ചെയ്യാനും പറ്റും. അടുത്തതായിട്ട് വിച്ച് ഫേം ടു അപ്ലൈ. നമുക്ക് ബേസിക്കലി 3 രീതിയിൽ CA ഫേംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ബിഗ് ഫോഴ്സ് അല്ലെങ്കിൽ ബിഗ് 8s, EY, KPMG, ഡിലോയിറ്റ്, PwC, അതുപോലെ തന്നെ BDO, GT ഒക്കെ അടങ്ങുന്നതാണ് ആദ്യത്തെ ഒരു കാറ്റഗറി. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അതർ ലാർജ് ഫേംസ് ആണ്. RGN പ്രൈസ്, ASA പോലുള്ള ടോപ്പ് 25 ഫേംസ് ആണ് സെക്കൻഡ് കാറ്റഗറിയിൽ അതർ ലാർജ് ഫേംസ് എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. അവസാനമായിട്ട് മീഡിയം ആൻഡ് സ്മോൾ സൈസ് ഫേംസ് ആണ് നമുക്ക് നാട്ടിൽ എവിടെയും കാണാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള എന്നാൽ നന്നായിട്ട് എക്സ്പോഷർ കിട്ടുന്ന രീതിയിലുള്ള ഫേംസ് ആണ് തേർഡ് കാറ്റഗറിയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ ടു അപ്ലൈ ഫോർ ആർട്ടിക്കിൾഷിപ്പ്. ഇതിന് പ്രത്യേകിച്ച് ICA പോർട്ടലിലൂടെയോ മറ്റ് വെബ്സൈറ്റിലൂടെയുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരിട്ട് CA ഫേംസിനെ അപ്രോച്ച് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഫിസിക്കലി നിങ്ങൾ റെസ്യൂമെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഡയറക്റ്റ്ലി ഓഫീസ് വിസിറ്റ് ചെയ്യുക എന്നത്. അടുത്തതാണ് റെക്കമെൻഡേഷൻ. ബിഗ് ഫോഴ്സ് പോലുള്ള ടോപ്പ് ഫേംസിലേക്ക് നമ്മൾക്ക് ഈസി എൻട്രി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻ തന്നെയാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമെയിൽ ID കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ റെസ്യൂമെ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ പുതിയ ഇറയിൽ ലിങ്ക്ഡിൻ പോലുള്ള ജോബ് സീക്കിംഗ് ആപ്സ് ആൻഡ് വെബ്സൈറ്റ്സിലൂടെയും കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ കരിക്കുലം വിഷയം അല്ലെങ്കിൽ റെസ്യൂമെ. നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം അത് 1 പേജിനുള്ളിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കണ്ടന്റ് ഒരിക്കലും കോപ്പി അടിക്കാതിരിക്കുക. കാരണം ഈ ഹയറിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ATS പോലുള്ള സോഫ്റ്റ്വെയറും അത് ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളർ കോഡുകളോ അല്ലെങ്കിൽ കളർ തീമുകളോ യൂസ് ചെയ്യുക. പിന്നെ ഫോട്ടോസ് വെക്കുന്ന കാര്യത്തിൽ ഫോട്ടോസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഓരോ ഹയറിംഗ് ഫേംസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ റെസ്യൂമെ അല്ലെങ്കിൽ CV ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിലുള്ള മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുക, ഏറ്റവും നല്ല ഫോർമാറ്റിലേക്ക് നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. കുട്ടികൾക്ക് ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 year ആണല്ലോ നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ്. അതിൻ്റെ സെക്കൻഡ് ഇയറിൽ 9 to 12 months നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി പോരാ, ICA പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന കമ്പനീസിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ചൂസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്. എസ്പെഷ്യലി HP, ആമസോൺ, ഫ്ലിപ്കാർട്ട്, MTR, ബോഷ് പോലുള്ള കമ്പനീസ് CA സ്റ്റുഡൻസിന് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈ സാലറി ആയിരിക്കും. നമുക്കറിയാം ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് പല കുട്ടികളും ചെറിയ രീതിയിലുള്ള പേയ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ഹൈ സാലറിയോടുകൂടി ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ വർക്ക് ചെയ്യാനും ഫ്യൂച്ചർ എംപ്ലോയ്മെൻ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ആർട്ടിക്കിൾഷിപ്പിൻ്റെ സെക്കൻഡ് ഇയറിലാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, ആർട്ടിക്കിൾഷിപ്പിന് ശേഷമല്ല. ആദ്യത്തെ വർഷം ഒരു CA ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഇയറിൽ ഒരു കമ്പനിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. നെക്സ്റ്റ് വൺ, ആർട്ടിക്കിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ റീസെൻ്റ്ലി ചോദിക്കുന്ന കാര്യമാണ് അബ്രോഡ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നത്. ഡെഫിനറ്റ്ലി പറ്റും. എസ്പെഷ്യലി GCC കൺട്രീസിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന പല സ്റ്റുഡൻസും ഉണ്ട്. അബ്രോഡ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ ക്വാളിഫൈഡ് ആയതിനു ശേഷം അബ്രോഡ് എംപ്ലോയ്മെൻറ്റിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം GCC എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ അബ്രോഡുള്ള ആർട്ടിക്കിൾഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾ 2 year ആർട്ടിക്കിൾഷിപ്പ് അബ്രോഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ICA പറയുന്ന 2 year ആർട്ടിക്കിൾഷിപ്പും സെർവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ 2 years GCC എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അബ്രോഡ് ആയതുകൊണ്ട് റിലേറ്റീവ്ലി ഇന്ത്യയിലുള്ളതിനേക്കാൾ ഹയർ റേഞ്ച് ആയിരിക്കും. അബ്രോഡ് ഫാമിലി കണക്ഷൻസ് ഉള്ള അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എംപ്ലോയ്മെൻറ്റ് GCC പോലുള്ള കൺട്രീസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും ആർട്ടിക്കിൾഷിപ്പ് അബ്രോഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്.
എന്നാൽ നാട്ടിൽ നിന്നുകൊണ്ട് ഇമെയിൽ അയച്ചിട്ട് അബ്രോഡുള്ള ഫേമിൽ ആർട്ടിക്കിൾഷിപ്പിന് കയറുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നേരിട്ട് അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ വിസ, ഡിഗ്രി അറ്റസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. അവസാനമായിട്ട് CA ഫൈനൽ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അഡ്വാൻസ്ഡ് ITT പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം, MCS പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ICAI പ്രിസ്ക്രൈബ് ചെയ്യുന്ന പുതിയ സ്കീം പ്രകാരമുള്ള 4 സെൽഫ് പേസ്ഡ് ഓൺലൈൻ എക്സാമും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഈ ഒരു 3 വീഡിയോയിലൂടെ ആർട്ടിക്കിൾഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.